NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. 9 മാസം പ്രായമുള്ള കുഞ്ഞ് ബക്കറ്റിലെ വെള്ളത്തിൽ വീണു മരിച്ചു. തലവണിക്കര കോളോട്ടിൽ രാജേഷിന്റെയും അമൃതയുടെയും മകൾ നീലാദ്രിനാഥാണ് മരിച്ചത്. ദുരിതക്കയത്തിൽ നിന്നും നീന്തിക്കയറി ജനങ്ങൾ. പറപ്പുകര പഞ്ചായത്തിലെയും നെന്മണിക്കര പഞ്ചായത്തിന്റെയും ക്യാമ്പുകൾ പൂർണ്ണമായി അവസാനിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ ക്യാമ്പുകൾ തുടരുന്നു. പോലീസിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ ഏടുകൾ വയനാടിന്റെ ദുരന്തമുഖത്ത് കാണാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് 2024 ഭാഗമായി പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ യുവജന സംഘടന KCYM നേതൃത്വത്തിൽ വിളംബര റാലി സംഘടിപ്പിച്ചു. സംഭവ മഹാസഭയുടെ നേതൃത്വത്തിൽ മുൻ MLA CC പ്രസാദിന്റെ സ്മൃതി ദിനം പുതുക്കാട് സംഘടിപ്പിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. NCTV ഇംപാക്ട്. വരന്തരപ്പള്ളി പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപം അപകട ഭീഷണിയായി നിന്ന മരം മുറിച്ചുമാറ്റി. വാർത്തകൾ വിശദമായി. 9 മാസം പ്രായമുള്ള കുഞ്ഞ് ബക്കറ്റിലെ വെള്ളത്തിൽ വീണു മരിച്ചു. തലവണിക്കര കൊളോട്ടിൽ രാജേഷിന്റെയും അമൃതയുടെയും മകൾ നീലാദ്രിനാഥാണ് മരിച്ചത്. 10 ദിവസം മുൻപാണ് അപകടമുണ്ടായത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ കാണാതായപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ വീട്ടിലെ ബക്കറ്റിൽ വീണുകിടക്കുന്ന രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയ്ക്കിടെ ഞായറാഴ്ച രാവിലെയായിരുന്നു മരണം. ദുരിതക്കയത്തിൽ നിന്നും നീന്തിക്കയറി ജനങ്ങൾ. വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളായിരുന്നു നെന്മണിക്കര, തൃക്കൂർ, പറപ്പൂക്കര പഞ്ചായത്തുകൾ. ദിവസങ്ങളോളം നീണ്ടുനിന്ന ക്യാമ്പിന് അവസാനം എല്ലാവരും വീട്ടിലേക്ക് തിരികെ മടങ്ങി. പറപ്പൂക്കര പഞ്ചായത്തിലെയും നെന്മണിക്കര പഞ്ചായത്തിലെയും ക്യാമ്പുകൾ പൂർണ്ണമായി അവസാനിച്ചു. തൃക്കൂർ പഞ്ചായത്തിനകത്ത് പള്ളം, കോനിക്കര പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും വീടുകളിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വാസയോഗ്യമായി. കല്ലൂർ VLP സ്കൂളിലെയും തൃക്കൂർ സർവോദയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയുമാണ് ക്യാമ്പുകൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ അവധി പ്രഖ്യാപിച്ച് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. മേൽ അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ച സ്കൂളുകളിൽ ശുചീകരണം നടത്തേണ്ടതും കാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവ വെട്ടിത്തെളിക്കേണ്ടതും ഇഴജന്തുക്കളുടെ സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടതുമാണെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെയാണ് പോലീസും അഗ്നിരക്ഷാസേനയും സൈന്യവും ദുരന്ത നിവാരണ സേനയുമെല്ലാം മുഴുകിയിരിക്കുന്നതെന്നും കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ ഏടുകൾ ദുരന്തമുഖത്ത് കാണാനായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മാറുന്നത്. ദേശീയ തലത്തിലെ വലിയ ദുരന്തങ്ങളിൽ ഒന്നുകൂടിയാണ്. പെട്ടെന്നുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഒരു നാടാകെ ഇല്ലാതായതിൻ്റെ നടുക്കം ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ജീവിതത്തിൽ നിന്ന്
എഴുതെറിയപ്പെട്ട ആ മനുഷ്യരുടെ ദുരന്തം ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ട്. ഈ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെയാണ് പോലീസും ഫയർഫോഴ്സും സൈന്യവും ദുരന്ത നിവാരണ സേനയുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്നത്. കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ 19B ബാച്ചിലെ 187 വനിതാ പോലീസ് സേനാംഗങ്ങളുടെയും മലപ്പുറം MSP ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ 26ാമത് ബാച്ചിലെ 223 പുരുഷ പോലീസ് സേനാംഗങ്ങളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അത്യന്തം അപകടകരമായ രക്ഷാദൗത്യങ്ങളാണ് സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് വയനാട്ടിലെ ദുരന്തമുഖത്ത് പോലീസ് ഏറ്റെടുത്തത്. മുൻപ് പ്രളയകാലത്തും കോവിഡ് കാലത്തും കേരള പോലീസിന്റെ കരുതലിന്റെ സ്നേഹസ്പർശം കേരളം അനുഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തമുഖങ്ങളിൽ കേരളം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യസ്നേഹത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഇന്ന് കേരള പോലീസിന്റെ ഭാഗമാകുന്ന ഓരോ സേനാംഗത്തിനുമുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിംഗ് AU സുനിൽകുമാർ പരിശീലനാർത്ഥികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പരിശീലനത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച് സമ്മാനാർഹരായവർക്ക് ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രോഫികൾ സമ്മാനിച്ചു. കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ 19B ബാച്ച് പരിശീലനാർത്ഥികളിൽ മികച്ച പഠനം കാഴ്ചവെച്ചതിൽ ബെസ്റ്റ് ഇൻഡോർ പെർഫോമറായി R രജിത, ബെസ്റ്റ് ഔട്ട്ഡോർ പെർഫോമറായി T ലിഖിത, ബെസ്റ്റ് ഷൂട്ടറായി ആൻമേരി ചിക്കു, ഓൾറൗണ്ടറായി VS ശരണ്യ എന്നിവരെ തെരഞ്ഞെടുത്തു. MSP ബറ്റാലിയൻ 26ാമത് ബാച്ച് പരിശീലനാർത്ഥികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ ബെസ്റ്റ് ഇൻഡോർ പെർഫോമറായി KV അശ്വിൻ രാജ്, ബെസ്റ്റ് ഔട്ട്ഡോർ പെർഫോമറായി AG അഭിജിത്ത്, ബെസ്റ്റ് ഷൂട്ടറായി M ഹരിൻ, ഓൾറൗണ്ടറായി AG അഭിജിത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ADGP ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി P വിജയൻ, തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് നകുൽ രാജേന്ദ്ര ദേശ്മുഖ് എന്നിവരും ചടങ്ങിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, സബ് കളക്ടർ മുഹമ്മദ് ഷെഫിഖ്, മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പരിശീലനാർത്ഥികളുടെ ബന്ധുമിത്രാദികളും ചടങ്ങ് വീക്ഷിക്കാനെത്തിയിരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭക്തി പ്രഭാഷണവും നടന്നു. ക്ഷേത്രം തന്ത്രി ശ്രീരാജ് ഭട്ടത്തിരിപ്പാട്, മേൽശാന്തി നടുവം നാരായണൻ നമ്പൂതിരി, നടുവം ഹരി നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. രാമായണ പാരായണ സമാപനത്തിന് ശേഷം പുരാണ ശ്രീ കൊളത്തൂർ പുരുഷോത്തമൻ നായരുടെ ഭക്തി പ്രഭാഷണവും തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും സംഘടിപ്പിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും സംഘടിപ്പിച്ചു. രാവിലെ ഗണപതി ഹോമം, ഇല്ലം നിറ, തൃപ്പുത്തരി, ഗജപൂജ, ആനയൂട്ട് എന്നീ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സുരേഷ് നെല്ലിശ്ശേരി, മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, സുനിൽകുമാർ തെക്കൂട്ട്, സുനിൽ കുഴിച്ചാമഠത്തിൽ, സുരഭിദാസ് പത്താഴക്കാടൻ, ജയൻ, ദിലീപ്, സജീവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അന്നദാനവും ഉണ്ടായിരുന്നു. ഇന്ത്യ മാർച്ച് ഫോർ ലൈഫ് 2024ന്റെ ഭാഗമായി പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ യുവജന സംഘടന KCYM-ന്റെ നേതൃത്വത്തിൽ വിളംബര റാലി സംഘടിപ്പിച്ചു. പുതുക്കാട് പള്ളിയിൽ നിന്നും ആരംഭിച്ച റാലി ആമ്പലൂരിൽ സമാപിച്ചു. പുതുക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ പ്രോ ലൈഫ് എക്സിബിഷനും CLCയുടെ നേതൃത്വത്തിൽ നൃത്താവിഷ്കാരവും സംഘടിപ്പിച്ചു. ഡീക്കൻ, ജീസ്മോൻ, കൈക്കാരന്മാർ, സംഘടനാ ഭാരവാഹികൾ, വിശ്വാസ പരിശീലകർ എന്നിവർ സന്നിഹിതരായി. ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിഷേധിക്കരുത് എന്ന ആഹ്വാനവുമായി കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ദിവസം
കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ജീവിത സംരക്ഷണ സന്ദേശ യാത്ര നടത്തുകയുണ്ടായി. അതിൻ്റെ പരിസമാപ്തി വരുന്ന ശനിയാഴ്ച 10-ാം തീയതി നമ്മുടെ സെന്റ് തോമസ് കോളേജിൽ വെച്ച് മാർച്ച് ഫോർ ലൈഫ് 2024 എന്ന പേരിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തുക എന്നുള്ള ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സെമിനാറുകളും റാലികളും ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. സംഭവ മഹാസഭയുടെ നേതൃത്വത്തിൽ മുൻ MLA CC പ്രസാദിന്റെ സ്മൃതി ദിനം പുതുക്കാട് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സംഭവ മഹാസഭ ജില്ലാ പ്രസിഡന്റ് NV സുബ്രൻ അധ്യക്ഷത വഹിച്ചു. കലാഭവൻ ജയൻ, സുബ്രൻ പൂച്ചെട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പോഷക സംഘടനാ നേതാക്കളെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് PK ശങ്കർദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമേന്ദ്രൻ മുല്ലശ്ശേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് TR സുനിൽ, ജില്ലാ സെക്രട്ടറി PS ദിലീപ് കുമാർ, ചെയർമാൻ MK ദിനേശൻ, അംബിക എന്നിവർ പ്രസംഗിച്ചു. ഒരു സംഘാടകൻ എന്ന നിലയ്ക്ക് ആ കാലത്ത് തന്നെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഏറ്റവും മികച്ച കൗൺസിലർമാരിൽ ഒരാളെന്ന നിലയ്ക്ക് തന്നെയാണ് തൃശൂർ മുനിസിപ്പൽ കൗൺസിലിന്റെ ആ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇപ്പൊ നമ്മുടെ മണ്ഡലമായ പുതുക്കാട് നിയോജക മണ്ഡലത്തിലാണ് ഇപ്പൊ നെല്ലായി. അന്നത് നെല്ലായി മറ്റൊരു നെല്ലായി അടക്കുന്ന ഒരു ദ്വയാംഗ മണ്ഡലം ഉണ്ടായിരുന്നു 40-ൽ. ആ ദ്വയാംഗ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് അന്നത്തെ കൊച്ചി രാജ്യത്തിന്റെ തന്നെ MLA ആയി, പിന്നീട് തിരുകൊച്ചി രാജ്യത്തിന്റെയും MLA ആയി, നേരത്തെ പറഞ്ഞ അർത്ഥത്തിലുള്ള നിരവധിയായ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നാണ്. അതിന്റെ ആത്യന്തികമായി അതിന്റെ നടത്തിപ്പിൽ ഏറ്റവും പ്രമുഖ കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷോജൻ D വിധേയത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ അലക്സ് കല്ലേലി, ഷീന തോമസ്, ജോസ് ആട്ടോക്കാരൻ, ജോസ് വെട്ടുമനക്കൽ, ജോയി കുയിലാടൻ, പ്രിൻസ് ആന്റണി എന്നിവർ പ്രസംഗിച്ചു. PR അഞ്ജു, വർഗീസ് വെളിയൻ, ബിജു ചിള്ളി, പീറ്റർ ആലങ്ങാട്ടുകാരൻ, ബിന്ദു ജോർജ്, തോമസ് മൂക്കനാമ്പറമ്പിൽ, ജോസ് കറൂറ്റിക്കാരൻ, ആന്റണി കൊട്ടേക്കാട്ടുകാരൻ, ജോർജ് പന്തലുക്കാരൻ, നൈസ്മോൾ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ഔപചാരികമായി ഈ പരിശോധന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കത്തോലിക്ക കോൺഗ്രസിനും ഭാരവാഹികൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം, കാഴ്ച എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്. ഇന്ന് സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത്, ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത്, സെമിനാരിയുടെ തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്കൂളാണ്. അന്ധരായ കുട്ടികളെ നോക്കുന്ന, ശുശ്രൂഷിക്കുന്ന ഒരു വിദ്യാലയം. ആ വിദ്യാലയത്തിൽ സെമിനാരി പരിശീലനത്തിന് അപ്പോൾ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരും തരുന്ന പ്രോത്സാഹനം അത് തന്നെയാണ് ഞങ്ങൾക്ക് ഊർജ്ജം. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം, NCTV ഇമ്പാക്ട്. വരന്തരപ്പള്ളി പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപം അപകട ഭീഷണിയായി നിന്ന മരം NCTV വാർത്തയെ തുടർന്ന് മുറിച്ചു നീക്കി. പഞ്ചായത്ത് വഴിയിൽ നിൽക്കുന്ന പാലമരം ശിഖരങ്ങളോടുകൂടി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയായിരുന്നു. ടാക്സി സ്റ്റാൻഡ്, നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അടക്കം ഉള്ളിടത്തായിരുന്നു അപകടാവസ്ഥ. ഇതു സംബന്ധിച്ച് നിരവധി തവണ NCTV റിപ്പോർട്ട് ചെയ്തിരുന്നു. മരം മുറിച്ചു മാറ്റി അപകടാവസ്ഥ മാറ്റണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുൻപ് ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പഞ്ചായത്തിലും മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥും പരാതി നൽകിയിരുന്നു. പാലമരത്തിന്റെ അപായകരമായ തലപ്പും ശിഖരങ്ങളും മുറിച്ചു മാറ്റണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് കാട്ടി മനുഷ്യാവകാശ പ്രവർത്തകൻ വീണ്ടും ജില്ലാ കളക്ടറെ പരാതിയുമായി സമീപിക്കുകയും കളക്ടർ ഇടപെട്ടതിനെ തുടർന്ന് മരം മുറിച്ചു മാറ്റുകയും ചെയ്തു. ഞാൻ കളക്ടർ VR കൃഷ്ണതേജ IAS പരാതി കൊടുത്തു. നടപടി ഉണ്ടായില്ല. അതിനെ തുടർന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. മനുഷ്യാവകാശ കമ്മീഷൻ എൻ്റെ പരാതിയിന്മേൽ നടപടി സ്വീകരിക്കാൻ പറഞ്ഞ് ഇത് എൻ്റെ ശിഖരങ്ങളും തലപ്പും വെട്ടിമാറ്റാൻ പറഞ്ഞിട്ട് നടപടി എടുക്കാൻ പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തെങ്കിലും പഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ല. തുടർന്ന് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പുതിയ തൃശ്ശൂർ കളക്ടർ
അർജുൻ പാണ്ഡ്യൻ അവർക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ പറഞ്ഞു, എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും നടപടി ഉണ്ടായിരിക്കും. അത് മുറിച്ച് തലപ്പും മറ്റുള്ള കാര്യങ്ങൾ മുറിച്ച് മാറ്റായിട്ട് നടപടി എടുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടി. എന്തായാലും ഞാൻ കളക്ടർക്ക് വളരെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് അധികാരികളോടും നന്ദി പറയുന്നു. ഒരുപാട് ആളുകൾ ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം KSEBയുടെ ഓഫീസ്, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ്, പിന്നെ അതുപോലെ തന്നെ ടാക്സി സ്റ്റാൻഡ്, എല്ലാ വണ്ടികളും ഈ പാലമരത്തിൻ്റെ താഴെയാണ് പാർക്ക് ചെയ്യാറ്. കാരണം അതുപോലെ തന്നെ ടാക്സിയുടെ സ്റ്റാൻഡും അതുപോലെ മറ്റേ ചെറിയ മിനി ലോറികളൊക്കെ ഇതിൻ്റെ താഴെ തന്നെയാണ് നിർത്താറ്. അപ്പോൾ എന്തായാലും ഇത് മുറിച്ചതിന് കളക്ടറേക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അധികാരികളോടും എന്തായാലും വെള്ളിക്കുളങ്ങര സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്ത ബാധിത പ്രദേശത്തേക്ക് 1 ലോഡ് അരി എത്തിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസും സംസ്ഥാന മനുഷ്യാവകാശ കേന്ദ്രം ജനറൽ സെക്രട്ടറി ജോയ് കൈതാരവും ഫ്ളാഗ് ഓഫ് ചെയ്തു. വെള്ളിക്കുളങ്ങര സൗഹൃദ കൂട്ടായ്മ സെക്രട്ടറി സുധീർ വെള്ളിക്കുളങ്ങര, പ്രസിഡന്റ് MB നവാസ്, സമിതി അംഗങ്ങളായ ജോബിൾ വടാശ്ശേരി, സുൽത്താൻ എന്നിവർ നേതൃത്വം വഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ മോളി തോമസ്, ചിത്ര സുരാജ്, EH സഗീർ, ഷാജു കാവുങ്ങൽ, PG മോഹനൻ, സലാം കറുപ്പം വീട്ടിൽ, റെന്നി വർഗീസ്, അസീസ് എന്നിവർ സന്നിഹിതരായി. മുൻ മലയാളം ഡിജിറ്റൽ ചാനലിൻ്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് സാധനങ്ങൾ സംഘടിപ്പിച്ചത്. അടിയന്തര സഹായങ്ങൾ എന്ന നിലക്ക് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സർക്കാരിനും ജനപ്രതിനിധികൾക്കും അതുപോലെ സാംസ്കാരിക സംഘടനകൾക്കും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കും ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. വാഹനങ്ങൾ ഇപ്പോൾ വയനാട് കളക്ട്രേറ്റിൽ 280ഓളം വരുന്ന വാഹനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഇറക്കി വയ്ക്കാൻ സ്റ്റോക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് എന്നാണ് നമുക്ക്. കാരികുളം വലിയ പാലത്തിനടിയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ വൻമരങ്ങൾ വരന്തരപ്പള്ളി മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വെട്ടിനീക്കി. KM ഹൈദർ, VP ഉസ്മാൻ, CA ബഷീർ, KC മുഹമ്മദ്, AS സുബീഷ്, കരീം ഊരാളത്ത്, മുഹമ്മദ് പിച്ചൻ എന്നിവർ നേതൃത്വം നൽകി. പാലത്തിന് സമീപം പാലത്തിന് അപകടകരമായി നിൽക്കുന്ന വൻമരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും വഴിതടഞ്ഞ് കാട്ടുകൊമ്പൻ കബാലി. KSRTC ബസ് അടക്കം നിരവധി വാഹനങ്ങൾ 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് 1 മണിക്കൂറോളം വഴിയിൽ തടഞ്ഞിട്ടിരുന്നു. പെരിങ്ങൽകുത്ത് പവർ ഹൗസിന് സമീപം ശനിയാഴ്ചയായിരുന്നു സംഭവം. 6 മണിയോടെ റോഡിലിറങ്ങിയ കബാലി വാഹനങ്ങൾ തടയുകയായിരുന്നു. അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നിരോധനം ഉള്ളതിനാൽ റോഡിൽ വാഹനങ്ങൾ കുറവായിരുന്നു. ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയ്ക്ക് പോയിരുന്ന KSRTC ബസ് അടക്കം നിരവധി വാഹനങ്ങൾ റോഡിനിപ്പുറത്തും ഇരുചക്ര വാഹനങ്ങളും പഞ്ചായത്ത് ജീപ്പ് അടക്കമുള്ള വാഹനങ്ങൾ മറുവശത്തും കുടുങ്ങി. ഒടുവിൽ 7 മണിയോടെ ആന റോഡിൽ നിന്നും മാറിയ ശേഷമാണ് വാഹനങ്ങൾക്ക് യാത്ര തുടരാനായത്. കഴിഞ്ഞ ദിവസം രോഗിയുമായി ചാലക്കുടിയിലേക്ക് വന്നിരുന്ന ആംബുലൻസും കബാലി തടഞ്ഞിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ആനയെ തുരത്തിയ ശേഷമാണ് ആംബുലൻസിന് പോകാനായത്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ധനസഹായം ലഭിക്കുന്നതിന് ആഗസ്റ്റ് 20 വരെ അപേക്ഷിക്കാം. BPL കുടുംബം, അപേക്ഷകയോ അവരുടെ മക്കളോ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷക തുടങ്ങിയവർക്ക് മുൻഗണന നൽകും. അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6470 രൂപ, പവന് 51,760 രൂപ. അളകപ്പനഗർ എരിപ്പോട് കാട്ടേടത്തു വീട്ടിൽ രാജൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അംബികാദേവിയാണ് ഭാര്യ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്.
9 മാസം പ്രായമുള്ള കുഞ്ഞ് ബക്കറ്റിലെ വെള്ളത്തിൽ വീണു മരിച്ചു. തലവണിക്കര കോളോട്ടിൽ രാജേഷിന്റെയും അമൃതയുടെയും മകൾ നീലാദ്രിനാഥാണ് മരിച്ചത്. ദുരിതക്കയത്തിൽ നിന്നും നീന്തിക്കയറി ജനങ്ങൾ. പറപ്പുകര പഞ്ചായത്തിലെയും നെന്മണിക്കര പഞ്ചായത്തിന്റെയും ക്യാമ്പുകൾ പൂർണ്ണമായി അവസാനിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ ക്യാമ്പുകൾ തുടരുന്നു. പോലീസിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ ഏടുകൾ വയനാടിന്റെ ദുരന്തമുഖത്ത് കാണാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് 2024 ഭാഗമായി പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ യുവജന സംഘടന KCYM-ന്റെ നേതൃത്വത്തിൽ വിളംബര റാലി സംഘടിപ്പിച്ചു. സംഭവ മഹാസഭയുടെ നേതൃത്വത്തിൽ മുൻ MLA CC പ്രസാദിന്റെ സ്മൃതി ദിനം പുതുക്കാട് സംഘടിപ്പിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. NCTV ഇംപാക്ട്. വരന്തരപ്പള്ളി പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപം അപകട ഭീഷണിയായി നിന്ന മരം മുറിച്ചുമാറ്റി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.